അതൊക്കെ A4 ഒരു 5 കിലോ അങ്ങനെയൊക്കെ. 5 കിലോയോ? ആ കിലോ കിലോയ്ക്കല്ല, നമ്മളിങ്ങനെ ബണ്ടിലായിട്ടാണ്. എന്താണ് വായിച്ചൊക്കെ ഐറ്റംസുകൾ കാട്ട്. എന്നോട് ഞങ്ങൾ ചോദിക്കണേ പ്രിയപ്പെട്ടവര്. മലയാളിയാ? അപ്പുറം പിന്നെ ഇത് പ്രിന്ററിന്റെ കാറ്ററേജ് ഇങ്ക് 1589 ആ അതിനുള്ളോ വലിയ ടൈപ്പ്. ആ ടോണർ ടോൺ ഐറ്റംസ് വേണം. പെന്ന് ബുക്ക് അങ്ങനത്തെ കുറെ ഐറ്റംസുകൾ ഉണ്ടാവുമോ? എന്താ റേറ്റ് കുറച്ച് കിട്ടുമോ? അല്ലേ അല്ല ഡിസ്കൗണ്ടിൽ തരുമായിരിക്കും കുറച്ച് ടോൺ ഐറ്റംസ് വാങ്ങുമ്പോൾ. അതൊക്കെ A4 ഒരു 5 കിലോ അങ്ങനെയൊക്കെ. ആ കിലോ കണക്കല്ലേ? കിലോ കണക്കല്ല അത് എത്ര കിലോ ആണ്? ബണ്ടിലായിട്ടാ? അതായത് ഒരു വെയിറ്റ് അല്ല നമുക്കറിയില്ല. ഇന്നത്തെ ഇടുക്കിങ്ങൾ എന്തായാലും ഈ ഐറ്റംസുകൾ മൊത്തം ഐറ്റംസുകൾ എന്താണ് വായിച്ചൊക്കെ ഐറ്റംസുകൾ കാട്ടു. എന്താണ് എഴുതിക്കണത്? ആരുടെ ബർത്ത്ഡേ? എന്റെ പേരെന്താ? എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ബർത്ത്ഡേ ഉണ്ടോ? ബർത്ത്ഡേ ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് പറ്റിക്കാൻ വേണ്ടിട്ടാണ് കിലോ കണക്കും ലിറ്റർ കണക്കൊക്കെ ചോദിച്ചത്. ആരായിരിക്കും? എന്താ വണ്ടറായോ? കിളി പോയി? ചെറുതായിട്ടല്ല നന്നായിട്ട് പോയി. കിലോനൊക്കെ ചോദിച്ചപ്പോ എനിക്ക് വെട്ടായതാണോ അതോ നാട്ടുകാർക്ക് ഒത്ത വെട്ടായതാണോ അറിയില്ലല്ലേ. ആരാണ്? വൈഫായിരിക്കും. ആണോ? ഇവിടുന്ന് ആയിക്കൊള്ളുന്നില്ലല്ലോ. ഇങ്ങനെ ചെറിയൊരു ഇത് എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും പൊളിച്ചില്ലേ? ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. ഇല്ല പിന്നെ ബ്രദറൊക്കെ ഉള്ളു നാട്ടിൽ നിന്ന് അവരെ ചെയ്യാൻ സാധ്യതയില്ല. അല്ലേ? ആരാണ് നോട്ടെ? എന്റെ ഗിഫ്റ്റ് ആണ്. ഇഷ്ടായോ? ഞാൻ ഉണ്ടാക്കിയാണ്. അല്ല വൈഫ് ഉണ്ടാക്കിയാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. ഗിഫ്റ്റ് കൂടി ഉണ്ട്. എന്താ വൈഫിനോട് പറയുള്ളത്? പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ കൂടി ഞാൻ മെസ്സേജ് അയച്ചോളൂ. പുള്ളിക്കാരി ഡ്യൂട്ടിയില്ല. എന്താ എങ്ങനെയാ നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചോളൂ. പിന്നെ സന്തോഷം. ഫസ്റ്റ് വന്നപ്പോ നിങ്ങൾ എന്താ വിചാരിച്ച്? സാധനം വാങ്ങാനായിരിക്കും വിചാരിച്ച്. പിന്നെ ഇങ്ങനത്തെ ഡയലോഗ് കേട്ടപ്പോ മിക്കൊരു ഡൗട്ടേ ഇതെന്താ സംഭവം എന്നുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രതീക്ഷിക്കുന്നില്ല. നമ്മള് വീഡിയോ കാണുന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനത്തെ സംഭവം വരുന്നില്ല. അതല്ല നമ്മളെ വിജയോ. സർപ്രൈസ് ആക്കുക അത്രേ ഉള്ളു. നിങ്ങൾ എല്ലാരും കൂടി വന്നപ്പോഴേ എല്ലാം ഉണ്ട്. ഭയങ്കര സെറ്റപ്പാട്. എന്താ എഴുതിക്കണേ? എന്റെ പ്രിയപ്പെട്ടവര്. ആ അപ്പൊ കറക്റ്റായി. വൈഫിനോട് പറയാനുള്ള പ്രിയപ്പെട്ടവളോട് എന്താ പറയാനുള്ളത്? ഇതിലേ നമ്മള് വട്ടടിച്ച് നിൽക്കും. എന്ത് പറയാനോ? ഹാപ്പിയായി.
എന്നെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഒട്ടും ചോദിച്ചു. ഞാൻ ഇപ്പോഴും കൂടി പുള്ളിക്കാരൻ ചോദിക്കും ഇന്ന് കേക്ക് വാങ്ങണോ അതോ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പൊ തിരക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂചന തട്ടെ. ഇതും ആണ്. കാരണം ആള് എങ്ങനെ വെച്ചിട്ടാ ഹസ്ബൻഡ് കാണാനും പറ്റൂല. എവിടുന്ന് എങ്ങനെയൊക്കെ ഏതൊക്കെ പതുങ്ങി ഇതിനൊക്കെയാണ് ഫോണും മെസ്സേജ് അയക്കണൊക്കെ നിങ്ങളുടെ അടുത്തും തന്നെയാണ്. കാണാനും പറ്റൂല. ഇങ്ങനൊക്കെ കാട്ടിട്ട് ഇങ്ങനെ സർപ്രൈസ് ആക്കണ്ട നമ്മള്. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. എൻജോയ് ലൈഫ്. സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നും. ഓക്കെ.